നമസ്കാരം എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ഹരിയാന ഫലം ഉയർത്തിക്കാട്ടി കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന കോൺഗ്രസ് സ്വപ്നം വിഫലമായെന്ന് ബി.ജെ.പി. സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ. കർഷകരെയും ഗുസ്തി താരങ്ങളെയും ഉയർത്തിക്കാണിച്ചിട്ടും കോൺഗ്രസിന് രക്ഷയില്ല. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞതിന് തെളിവാണ് ഹരിയാനയിലെ ഫലമെന്നും സന്ദീപ് വാര്യർ. ഷൊർണൂർ ഉപജില്ലാ കായികമേളയ്ക്ക് ആവേശോജ്വല തുടക്കം. കുട്ടികളുടെ മാർച്ച് പാസ്റ്റിന്റെയും ദീപശിഖ പ്രയാണത്തിന്റെയും പൊലിമയിൽ പ്രൗഢഗംഭീരമായി ഉദ്ഘാടന ചടങ്ങ്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയ്ക്ക് വേദിയാകുന്നത് ഷൊർണൂർ KVR ഹൈസ്കൂൾ. വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് 2500ഓളം വിദ്യാർത്ഥികൾ. രണ്ടുതരം സമൂഹത്തെ സൃഷ്ടിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന ആവശ്യവുമായി KSFU. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്ന ഇടതുപക്ഷ വാഗ്ദാനം നടപ്പിലാക്കണമെന്നും KSFU. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 10 പെൻഷനേഴ്സിന്റെ നേതൃത്വത്തിൽ പാലക്കാട് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. മൊബൈൽ ഫോൺ തകരാർ. കമ്പനിക്കെതിരെ തൃശൂർ സ്വദേശി നൽകിയ പരാതിയിൽ പരാതിക്കാരന് മൊബൈൽ ഫോണിന്റെ വിലയും 20,000 രൂപ നഷ്ടപരിഹാരവും നൽകാൻ ഉത്തരവിട്ട് തൃശൂർ ഉപഭോക്തൃ കോടതി. തൃശൂർ അവണൂർ സ്വദേശി KT സൈജൻ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൊബൈൽ കമ്പനിക്കെതിരെ ഫയൽ ചെയ്ത ഹർജിയിലാണ് കോടതി നടപടി. വാർത്തകൾ വിശദമായി. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞതിന് തെളിവാണ് ഹരിയാനയിലെ ഫലമെന്ന് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ. ഹരിയാനയിലെ ഫലം പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സന്ദീപ് വാര്യർ പാലക്കാട് പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളെ ജാതീയമായി സ്വാധീനിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് വിഫലമായത്. കർഷകരെയും ഗുസ്തി താരങ്ങളെയും ഉയർത്തിക്കാണിച്ചിട്ടും കോൺഗ്രസിന് രക്ഷപ്പെടാനായില്ല. ഹരിയാന ഫലം ഉയർത്തിക്കാട്ടി കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന കോൺഗ്രസ് സ്വപ്നമാണ് വിഫലമായത്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്ത് കോൺഗ്രസ് ഉയർത്തിവിട്ട തെറ്റായിട്ടുള്ള സമീപനങ്ങൾക്ക് ജനം തിരിച്ചടി നൽകി എന്നുള്ളതാണ്. രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഹീനമായ പരിശ്രമത്തിന് വലിയ തിരിച്ചടിയാണ് ഹരിയാനയിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് BJP ഹരിയാനയിൽ കുതിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഹരിയാന ഭരിച്ച BJP സർക്കാരിന് അനുകൂലമായിട്ടുള്ള ജനവിധി വീണ്ടും വരുന്നു എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ തുടർഭരണം എന്നുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. A. വിജയരാഘവനും PV അൻവറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJPയെ കുറിച്ചാണ്. BJPക്ക് മുൻപ് ജനസംഘത്തിന്റെ പിന്തുണ LDFും UDFും നേടിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിലും ജനസംഘത്തിന്റെ പിന്തുണയിൽ ഭരിച്ചിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP വിജയസാധ്യത മുൻനിർത്തിയാവും സ്ഥാനാർത്ഥിയെ നിർത്തുകയെന്നും വിജയം സുനിശ്ചിതമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്ന ഇടതുപക്ഷ വാഗ്ദാനം നടപ്പിലാക്കണമെന്ന് KSFU. പെൻഷനേഴ്സിന്റെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 10 പാലക്കാട് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് KSFU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2019 മുതലുള്ള പെൻഷൻ ക്ഷാമാശ്വാസ കുടിശ്ശികയാണ് വിരമിച്ച ജീവനക്കാർക്ക് കിട്ടാനുള്ളത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലായതോടെ വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണ്. 2 തരം സമൂഹത്തെ സൃഷ്ടിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതിയും ആനുകൂല്യങ്ങൾ കവരുന്നതാണ്. നിലവിലെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ മെഡിസെപ്പിൽ അപാകതകൾ ഏറെയുണ്ട്. അപാകതകൾ പരിഹരിച്ച് ആരോഗ്യ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കണം. ശമ്പള കുടിശ്ശിക അനുവദിക്കുന്നതിനോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണവും നടപ്പിലാക്കണം. കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്നും മോഹൻദാസ് പറഞ്ഞു. ജൂലൈ 1 മുതൽ കേരളത്തിലെ കീഴ്വഴക്കമനുസരിച്ചിട്ട് അടുത്ത ശമ്പള പെൻഷൻ പരിഷ്കരണം നടക്കേണ്ടതാണ്. അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. 2024 ജൂലൈ 1 മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഒരാവശ്യം. 2019 ജൂലൈ മുതൽ അനുവദിക്കപ്പെട്ട ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക, അതിൽ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന്റെയും ക്ഷാമാശ്വാസ കുടിശ്ശികയും അതിന്റെ ഗഡുക്കൾ കുടിശ്ശികയായി കിടക്കാൻ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അത് കിട്ടണമെന്നുള്ളതാണ് മറ്റൊരാവശ്യം. 6 ക്ഷാമാശ്വാസ ഗഡുക്കൾ 6 മാസത്തിലൊരിക്കൽ കിട്ടിവരുന്നതാണ്. അതും കുടിശ്ശികയായിട്ടുണ്ട്. അത് നൽകണം എന്നുള്ളതാണ് മറ്റൊരാവശ്യം.
സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ.എ. ഉണ്ണിത്താൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ. രാധാദേവി, എം. രാമകൃഷ്ണൻ, എസ്. സുകുമാരൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ഉപജില്ലാ കായികമേളയ്ക്ക് ഷൊർണൂർ KVR ഹൈസ്കൂളിൽ തുടക്കമായി. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് കായികമേള ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളായി നടക്കുന്ന കായികമേളയിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 2500ഓളം കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത്. കുട്ടികളുടെ മാർച്ച് പാസ്റ്റിനും ദീപശിഖ പ്രയാണത്തിനും കായിക പ്രതിജ്ഞയ്ക്കും ശേഷമാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ അധ്യക്ഷനായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു സ്വാഗതം ആശംസിച്ചു. വിവിധ കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീകല രാജൻ, ലക്ഷ്മണൻ, EP നന്ദകുമാർ, K പ്രസാദ്, PTA പ്രസിഡന്റ് സുദേശ്, ഹെഡ് മിസ്ട്രസ് KR ഷീന തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് കായികമേളയുടെ ലോഗോ രൂപകൽപ്പന ചെയ്ത S. ആദിത്യൻ എന്ന വിദ്യാർത്ഥിക്കുള്ള ഉപഹാരം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സമ്മാനിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ P. മുരളി നന്ദി പറഞ്ഞു. കായികമേള ഒക്ടോബർ 9, 10, 11 തീയതികളിലായാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ച് ത്രോ ജമ്പിംഗ് മത്സരങ്ങൾ നടന്നിരുന്നു. ചൊവ്വാഴ്ച LP, UP വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങൾ നാളെയും മറ്റന്നാളുമായി നടക്കും. ഫസ്റ്റ് എയ്ഡ് സേവനങ്ങൾക്കായി വാണിയംകുളം PK ദാസ് ഹോസ്പിറ്റൽ മെഡിക്കൽ സംഘം സ്കൂളിൽ സജ്ജമാണ്. കുട്ടികൾക്കും കായികമേളയുമായി ബന്ധപ്പെട്ടവർക്കുമായി 3 ദിവസവും സ്കൂളിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മൊബൈൽ ഫോണിന് തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് ഫോണിന്റെ വിലയും 20,000 രൂപ നഷ്ടപരിഹാരവും നൽകാൻ വിധിച്ച് തൃശൂർ ഉപഭോക്തൃ കോടതി. തൃശൂർ അവണൂർ സ്വദേശി കുന്നപ്പള്ളി വീട്ടിൽ KT സൈജൻ ഫയൽ ചെയ്ത പരാതിയിലാണ് ബാംഗ്ലൂരിലുള്ള ലെനോവ ഇന്ത്യ കമ്പനിക്കെതിരെ കോടതി വിധിച്ചത്. 7,700 രൂപ വില നൽകി വാങ്ങിയ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു തുടങ്ങിയതും തന്നെ വ്യത്യസ്ത തകരാറുകൾ കാണിച്ചതിനെ തുടർന്ന് സൈജന് ഇടയ്ക്കിടെ സർവീസ് സെന്ററിൽ പോകേണ്ട അവസ്ഥയുണ്ടായി. ഫോണിന്റെ മദർ ബോർഡ് മാറ്റിയിട്ടും ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് ഉപഭോക്തൃ കോടതിയെ സമീപിക്കുന്നത്. കോടതി നിയോഗിച്ച വിദഗ്ധ കമ്മീഷണർ പരിശോധന നടത്തി തകരാറുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പരാതിക്കാരന് മൊബൈൽ ഫോണിന്റെ വിലയും നഷ്ടപരിഹാരമായി കമ്പനി 20,000 രൂപയും നൽകാനായി ഉത്തരവിട്ടുകൊണ്ട് തൃശൂർ ഉപഭോക്തൃ കോടതി വിധി പുറപ്പെടുവിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KPSTA പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി. പ്രതിഷേധ ധർണ പാലക്കാട് DCC സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാരുടെയും ഹെഡ് മാസ്റ്റർമാരുടെയും സെൽഫ് ഡ്രോയിംഗ് ഓഫീസർ പദവി എടുത്തുകളഞ്ഞ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. നസീർ ഹുസൈൻ, ശ്രീജേഷ്, ഷംസുദ്ദീൻ, സതീശൻ, സുരേഷ് ബാബു, അനുജ, റിഷാദ് ബാബു, ഉണ്ണികൃഷ്ണൻ, ബിജോയ്, സക്കറിയ എന്നിവർ സംസാരിച്ചു. മലമ്പുഴ ഡാം തുറന്നതോടെ ഭാരതപ്പുഴയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. എന്നാൽ ചെറുതുരുത്തി ഷൊർണൂർ മേഖലയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള തടയണയിലെ ഷട്ടർ അടച്ചില്ലെങ്കിൽ കടുത്ത വേനൽക്കാലം എത്തിയാൽ കനത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമെന്ന ആശങ്കയുമുണ്ട്. ഷട്ടറുകൾ ഇടുന്നത് സംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇപ്പോൾ വെള്ളം സംഭരിച്ചാൽ മാത്രമേ അടുത്ത വേനൽക്കാലത്തേക്ക് ജലം കരുതി വെക്കാനാവുകയുള്ളൂ. നിലവിൽ വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോകുന്ന അവസ്ഥയാണുള്ളത്. ഇനിയും ചെറുതുരുത്തി തടയണയുടെ ഷട്ടറുകൾ അടച്ചില്ലെങ്കിൽ മഴ കുറഞ്ഞാൽ പുഴ വീണ്ടും മണൽപ്പരപ്പായി മാറുമെന്ന ആശങ്കയുമുണ്ട്.
ഇതുമൂലം വേനലിൽ പമ്പ് ഹൌസിലേക്കുള്ള ജലലഭ്യതയും കുറയും. ഇത് കനത്ത ജലക്ഷാമത്തിലേക്കും നയിക്കും. നിലയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ ഷട്ടർ ഇടാത്തതിനാൽ തടയണയിലൂടെ വെള്ളമൊഴുകി പോകുന്ന കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. നേരത്തെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഷട്ടറുകളിൽ വലിയ തോതിൽ ചോർച്ചയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ ഷട്ടറുകൾ സ്ഥാപിക്കാനാണ് തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ ഷട്ടറുകൾ ഇടുന്നത് സംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാരനായ തമ്പിമണി പറഞ്ഞു. അതിലൂടെ വെള്ളം ഒഴുകി പോകുന്നു, ഷട്ടർ അടയ്ക്കാൻ പറ്റുന്നില്ല. ഇക്കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ വേനൽക്കാലത്ത് ചെറുതുരുത്തിയിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടാവുകയും ആളുകൾ കുടിവെള്ളം കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിൽ എത്തി. ബന്ധപ്പെട്ടവർ ഇതിന് വേണ്ട ശ്രദ്ധ കൊടുക്കാത്തതിനാൽ വീണ്ടും പൊതുജനങ്ങൾ വലിയ പ്രയാസത്തിലേക്ക് പോകുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തടയണയുടെ കേടുപാടുകൾ തീർത്ത് നിലവിലുള്ള കുടിവെള്ളം നിലനിർത്തുന്നതിനാവശ്യമായ നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുഴൽമന്നം ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കോട്ടായി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷനായി. കുഴൽമന്നം AEO വിക്ടർ ഡേവിഡ് ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട് കായിക പ്രതിഭകളെ അനുമോദിച്ചു. കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, സ്ഥിരം സമിതി അംഗങ്ങളായ V വിനീത, TR മഹേഷ് കുമാർ, രാധാമോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ S ഗീത, MR രജിത, K രാധാകൃഷ്ണൻ, അധ്യാപക സംഘടനാ പ്രതിനിധികളായ M കൃഷ്ണകുമാർ, KC ഗിരീഷ് കുമാർ, PTA പ്രസിഡന്റ് C ജയദാസ്, HM ഫോറം സെക്രട്ടറി V കൃഷ്ണാനന്ദൻ, MS ബൈജു, G ഷൈനി എന്നിവർ സംസാരിച്ചു. കോട്ടായി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VK കൃഷ്ണലീല സ്വാഗതവും PV സുജിത് കുമാർ നന്ദിയും പറഞ്ഞു. വ്യാഴാഴ്ച വൈകുന്നേരം ഉപജില്ലാ കായികോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി ഡിവിഷൻ തല ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. പട്ടാമ്പി കുളത്തിങ്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എപ്പോൾ വിളിച്ചാലും നമുക്ക് സേവനം തരാൻ സന്നദ്ധരായി നിൽക്കുന്ന ഒരു KCB-ആണ് ഇന്നത്. അതുകൊണ്ട് തന്നെ അവർ നമുക്കായി നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് കൂടുതലായി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിനുകൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉപഭോക്തൃ സംഗമങ്ങൾ നടത്തുന്നത്. നമുക്ക് പട്ടാമ്പി നഗരസഭ ഏറ്റവും വലിയൊരു പട്ടാമ്പി സെക്ഷനിലുള്ള വലിയൊരു ഉപഭോക്താവാണ്. അത് ഏറ്റവും കൂടുതൽ ബില്ലാണെന്ന് ഞങ്ങൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കം കുറിച്ച ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പി ഡിവിഷൻ തല ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പട്ടാമ്പി ഡിവിഷൻ ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KP സുരേഷ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫിജോ ജോർജ് സ്വാഗതം ആശംസിച്ചു. ഷൊർണൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മായ തമ്പാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ്, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിബ ടീച്ചർ, കമ്മക്കുട്ടി എടത്തോൾ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസാഖ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് പ്രസന്റേഷനും ചർച്ചയും നടന്നു. പട്ടാമ്പി ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ KT സുരേഷ് പരിപാടിക്ക് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കൊമേഴ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദ്വിദിന ദേശീയ ശില്പശാലയ്ക്ക് തുടക്കമായി. കോളേജിലെ സയൻസ് ബ്ലോക്കിലാണ് സെമിനാറും ശില്പശാലയും നടക്കുന്നത്. പട്ടാമ്പി നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിലെ കൊമേഴ്സ് PG വിഭാഗത്തിന്റെയും ഗവേഷണ വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് സയൻസ് ബ്ലോക്കിൽ സെമിനാറും ശില്പശാലയും നടക്കുന്നത്. ഗവേഷണ രീതിശാസ്ത്രം വിഷയത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാല പാലക്കാട് അഹല്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ ഡോക്ടർ B വിനയചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. My number is 17. 17th PhD in University of Kerala. My number is 17. When I go to university for conducting various different times for conducting my OC examination, I will enquire the head of the department, who was my colleague, my co-researcher at that time. He said that our number was about within 20, but the present number is about 500. 500 candidates have secured PhD even from University of Kerala in the faculty of commerce. That is the situation. കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് അധ്യക്ഷനായി. കൊമേഴ്സ് വിഭാഗം മേധാവി VK മുരളീധരൻ, CV പ്രസാദ്, ഡോക്ടർ CR രജിത, ഡോക്ടർ അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
ഒറ്റപ്പാലം വീട്ടാമ്പാറ PK സുധാകരൻ താലൂക്ക് പബ്ലിക് ലൈബ്രറിയിൽ സൗജന്യ പ്രമേഹ വൃക്കരോഗ നിർണയ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വായനശാല കൺവീനർ വിജയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിലെ വൃക്ക മാറ്റിവെച്ചവരുടെ സംഘടനയായ ഓർമ്മയും PK സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെ സഹകരണത്തോടുകൂടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒറ്റപ്പാലം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. ലത അധ്യക്ഷയായി. വാർഡ് കൗൺസിലർ K. സുരേഷ്, ഓർമ്മ ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് ആൻഡ് ഐ കെയർ ഹോസ്പിറ്റൽ ജീവനക്കാരികളായ പ്രവീണ, അജിത, അർച്ചന, ആതിര എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നവരാത്രി ആഘോഷങ്ങൾക്ക് നിറം പകർന്ന ബൊമ്മക്കൊലുകൾ. വീടുകളിലും ക്ഷേത്രങ്ങളിലുമാണ് ബൊമ്മക്കൊലുകൾ ചന്തം ചാർത്തുന്നത്. തുടർച്ചയായ 14-ാം വർഷവും മുടങ്ങാതെ ബൊമ്മക്കൊലു ഒരുക്കുന്ന ഒരു കുടുംബമുണ്ട് ഷൊർണൂർ മുതലിയാർ തെരുവിൽ. ബൊമ്മ എന്നാൽ പാവയെന്നും കൊലു എന്നാൽ പടികളെന്നുമാണ് അർത്ഥം. ഒറ്റ സംഖ്യയിൽ തീർത്ത പടികളിൽ പുരാണത്തിലെ കഥാപാത്രങ്ങളും കഥകളും ബൊമ്മകളിലൂടെ പുനർജനിക്കുന്നു. പടികളിൽ നിരന്നു നിൽക്കുന്ന തിളക്കമുള്ള ബൊമ്മക്കൊലുകൾ നമ്മളോട് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ തന്നെ ഓർമ്മപ്പെടുത്തലുകളാണ്. ദേവീദേവന്മാരുടെ ബൊമ്മകൾ അവയുടെ വലുപ്പത്തിനും സ്ഥാനത്തിനും അനുസരിച്ചാണ് പടികൾക്ക് മുകളിൽ നിരത്തി വെക്കുന്നത്. ഓരോ നവരാത്രി ആഘോഷങ്ങളിലും വ്യത്യസ്ത പ്രമേയങ്ങളിലാണ് ബൊമ്മക്കൊലു ഒരുക്കാറ്. തമിഴ് ബ്രാഹ്മണർ തലമുറ കൈമാറി കൊണ്ടാടി വരുന്ന ആചാരം ഇപ്പോൾ നവരാത്രി കാലങ്ങളിൽ പാലക്കാടൻ ഗ്രാമങ്ങളിലും പതിവ് കാഴ്ചയാണ്. ഷൊർണൂർ മുതലിയാർ തെരുവിലെ നമ്പൻതൊടി രാധാകൃഷ്ണനും കുടുംബവും ഇത് മുടങ്ങാതെ 14-ാം വർഷമാണ് ബൊമ്മക്കൊലു ഒരുക്കുന്നത്. നവരാത്രിയുടെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്കു ശേഷം കുടുംബത്തിലെ മുതിർന്ന ആൾ സരസ്വതി, പാർവതി, ലക്ഷ്മി എന്നീ ദേവിമാർക്ക് വേണ്ടി കലശാവാഹനം പൂജവിധി നടത്തുന്നതോടെയാണ് നവരാത്രി ആഘോഷത്തിന് തുടക്കമാവുന്നത്. ഇത് ആരംഭിച്ച് 2010-ലാണ്. എനിക്ക് 14 കൊല്ലമായി ആരംഭിച്ചിട്ട്. നിത്യം എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും പൂജാചരണം നടന്നു വരുന്നു. കാലത്ത് 7 മണിക്കും വൈകിട്ട് 6 ശേഷവും ദീപാരാധന എല്ലാ പരിപാടികളും നടന്നുണ്ട്. ലളിതാസഹസ്രനാമായണമുണ്ട്. നവരാത്രിയിൽ കാളിയുടെ തപസ്സിന് പിന്തുണയർപ്പിക്കാൻ വരുന്ന ദേവഗണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ബൊമ്മക്കൊലു എന്നതാണ് വിശ്വാസം. രാവണവധ സമയത്ത് തന്നെയാണ് ഈ ദേവി ദാരികനെ വധിച്ചത്. ആ സമയത്ത് ദേവലോകത്തിലുള്ളവരെല്ലാം ശ്രീരാമന്റെ രാവണവധം കാണാൻ പോയ സമയത്ത് ഈ ദേവി ദാരുകനെ വധിക്കുന്നത് ആരും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ദാരുകനെ വധിക്കുന്ന സമയത്ത് അവിടെ ഗ്രാമീണവാസികളായിരുന്ന ജനങ്ങളുണ്ടായിരുന്നു. അവര് ഈ കുംഭാര സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ഈ മൺകലങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ആ കുന്നിലാണ് ഈ യുദ്ധം നടന്നത്. ആ സമയത്ത് ഇവര് ആണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് ശേഷം ഈ ദേവന്മാർക്ക് ഇത് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഇവര് ആ കളിമണ്ണുകളൊക്കെ എടുത്തിട്ട് പ്രതിമകൾ ഉണ്ടാക്കി ആ യുദ്ധം അങ്ങനെ പ്രതിമകളായിട്ട് കാണിച്ചു കൊടുക്കുക ചെയ്തു ജനങ്ങൾക്കും ദേവന്മാർക്കെല്ലാം. അപ്പൊ അന്ന് തൊട്ടാണ് ഈ ബൊമ്മക്കൊലു എന്നുള്ള ഒരു ഇത് വന്നത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയത്തിന്റെ പ്രതീകമായും ബൊമ്മക്കൊലുവിനെ കരുതുന്നു. സമീപത്തെ വീടുകളിൽ ഉണ്ടാക്കിയ ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും മധുര പലഹാരങ്ങളും അടക്കമുള്ള പ്രത്യേക വിഭവങ്ങൾ ബൊമ്മക്കൊലുവിന് മുൻപിൽ പൂജയ്ക്കായി എത്തിക്കും. പൂജയ്ക്കു ശേഷം കുടുംബാംഗങ്ങൾ ഒന്നിച്ചത് പങ്കുവയ്ക്കും. ഭക്തിയും ആത്മീയതയും സഹവർത്തിത്വവും ഇഴചേർന്ന ആഘോഷമാണ് ഷൊർണൂർ മുതലിയാർ തെരുവിലേത്. അപ്പൊ ഇവിടെ ഗൊരു വെക്കാൻ തുടങ്ങിയിട്ട് 10-12 വർഷമായിട്ടുണ്ട്. 14 വർഷമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് അടുത്തുള്ള വീട്ടുകാരാണ്, അതിന് സ്വന്തക്കാരും കൂടിയാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ഭാഗം ആവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇപ്പൊ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ പ്രസാദങ്ങള് എല്ലാ വീട്ടുകാരും കൊണ്ടു വെക്കാറുണ്ട്. അടുത്ത് നാമം ചൊല്ലാനും അടുത്തുള്ള വീട്ടുകാരും സ്വന്തക്കാരൊക്കെ വരാറുണ്ട്. ഇവിടെ ഇത് പ്രസാദങ്ങളൊക്കെ കൊണ്ടു വെക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാകുന്നുണ്ട്. രാധാകൃഷ്ണനും അമ്മ വിജയകുമാരിയും ഭാര്യ ശാന്തിയും മകൻ സജിത്തും ചേർന്നാണ് കഴിഞ്ഞ 14 വർഷമായി ബൊമ്മക്കൊലു ഒരുക്കി വരുന്നത്. നിരവധി പേരാണ് ഇവരുടെ ബൊമ്മക്കൊലു കാണാനായി ഇവിടെ എത്തുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൊതുപരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ കുളപ്പുള്ളി KMIC ഓർഫനേജിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. സെക്രട്ടറി യൂസുഫ് സാഹിബ് ഉദ്ഘാടനം ചെയ്തു. അബ്ദുല്ലക്കുട്ടി ഫൈസി അധ്യക്ഷനായി. സെയ്ദലവി ഉസ്താദ് സ്വാഗതം പറഞ്ഞു. പുഴയ്ക്കൽ ഹംസ ഉസ്താദ് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഹസൻ മുഹമ്മദ്, ഫഹദ് കുളപ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു.
മാത്തൂരിൽ ലൈൻമാൻ കുഴഞ്ഞു വീണ് മരിച്ചു. മാത്തൂർ കിഴക്കേത്തറ നാരകപ്പറമ്പ് വീട്ടിൽ 40 വയസ്സുള്ള സുരേഷ് കുമാറാണ് മരിച്ചത്. കുത്തന്നൂർ KSEB സെക്ഷനിലെ ലൈൻമാനായ സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം ജോലി ചെയ്യുന്നതിനിടെ അസ്വസ്ഥതയുണ്ടായതിനെ തുടർന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതിനിടെയാണ് കുഴഞ്ഞു വീഴുന്നത്. പറളിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പറളി കോട്ടപ്പള്ള സുകുമാരന്റെ മകൻ 35 വയസ്സുള്ള സൂരജിനെയാണ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പറളി റെയിൽവേ സ്റ്റേഷന് സമീപം കിണാവല്ലൂർ വില്യോങ്കാട് പ്രദേശത്തെ റെയിൽവേ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിയാന ഫലം ഉയർത്തിക്കാട്ടി കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന കോൺഗ്രസ് സ്വപ്നം വിഫലമായെന്ന് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ. കർഷകരെയും ഗുസ്തി താരങ്ങളെയും ഉയർത്തിക്കാണിച്ചിട്ടും കോൺഗ്രസിന് രക്ഷയില്ല. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞതിന് തെളിവാണ് ഹരിയാനയിലെ ഫലമെന്നും സന്ദീപ് വാര്യർ. ഷൊർണൂർ ഉപജില്ലാ കായികമേളയ്ക്ക് ആവേശോജ്വല തുടക്കം. കുട്ടികളുടെ മാർച്ച് പാസ്റ്റിന്റെയും ദീപശിഖ പ്രയാണത്തിന്റെയും പൊലിമയിൽ പ്രൗഢഗംഭീരമായി ഉദ്ഘാടന ചടങ്ങ്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയ്ക്ക് വേദിയാകുന്നത് ഷൊർണൂർ KVR ഹൈസ്കൂൾ. വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് 2500ഓളം വിദ്യാർത്ഥികൾ. രണ്ടുതരം സമൂഹത്തെ സൃഷ്ടിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന ആവശ്യവുമായി KSFU. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്ന ഇടതുപക്ഷ വാഗ്ദാനം നടപ്പിലാക്കണമെന്നും KSFU. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 10 പെൻഷനേഴ്സിന്റെ നേതൃത്വത്തിൽ പാലക്കാട് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. മൊബൈൽ ഫോൺ തകരാർ. കമ്പനിക്കെതിരെ തൃശൂർ സ്വദേശി നൽകിയ പരാതിയിൽ പരാതിക്കാരന് മൊബൈൽ ഫോണിന്റെ വിലയും 20,000 രൂപ നഷ്ടപരിഹാരവും നൽകാൻ ഉത്തരവിട്ട് തൃശൂർ ഉപഭോക്തൃ കോടതി. തൃശൂർ അവണൂർ സ്വദേശി KT സൈജൻ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൊബൈൽ കമ്പനിക്കെതിരെ ഫയൽ ചെയ്ത ഹർജിയിലാണ് കോടതി നടപടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.